ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കോക്കനട്ട് വേണം. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണ് ഷുഗർ വേണം. പിന്നെ ഒരു ചെറിയ പീസ് ജിഞ്ചർ വേണം. പിന്നെ 2 ഏലക്കായ, പിന്നെ ഒരു 8 ബദാം പരിപ്പ് ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് കാഷ്യൂ വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ജ്യൂസാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇഞ്ചിൻ്റെ ഏലക്കായൻ്റെ ഒക്കെ ഫ്ലേവർ അധികം കൂടി പോകരുത്, നമുക്ക് ലൈറ്റായിട്ടുള്ള ഫ്ലേവർ കിട്ടിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്ര കോക്കനട്ടാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബദാമൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇഞ്ചി അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കോക്കനട്ടിന് തീരെ തണുപ്പുണ്ടാവരുത്. ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കുക, തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് പാലെടുത്തെടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അഥവാ നിങ്ങൾക്ക് കോക്കനട്ട് നേരെ തണുപ്പുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി നമുക്ക് പാലെടുത്തതിന് ശേഷം ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് മിക്സിയിൽ നല്ലോണം അരച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ബദാമും ഇഞ്ചിയും ഏലക്കായൊക്കെ നല്ലോണം ഒന്ന് അരിഞ്ഞിട്ട് അതിൽ ഫ്ലേവറൊക്കെ ഒന്ന് നമ്മൾ കോക്കനട്ട് മിൽക്കിൽ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ നല്ലോണം ഒന്ന് അത് അരച്ചിട്ടെടുക്കണം. എന്നിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. ഇതിലോട്ട് ഞാൻ 1 കപ്പും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്, ബേസിൽ സീഡ്, നമ്മളെ കറുത്ത കസകസ് ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പോ ബദാമൊക്കെ ഇങ്ങനെ നുറുക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും നമ്മുടെ ജ്യൂസിന്. അതിനുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ. എന്തൊരു ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസല്ലേ. അപ്പോൾ ആവശ്യത്തിന് ഐസ് ക്യൂബ് ചേർക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് സബ്ജ സീഡ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ അളവിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1-ാം പാലോ 2-ാം പാലോ എടുത്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ജ്യൂസാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ചായതുകൊണ്ടാണ് ഞാൻ പിന്നെ വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ അറിയിക്കണം. ഇതിന് മുന്നേ ഞാൻ നല്ല ജ്യൂസിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയിട്ട് കാണുക, എന്നിട്ട് അതൊക്കെ ഉണ്ടാക്കി നോക്കുക ഈ സമ്മറിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.